ഹലോ. ബണ്ണ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാണേ. നമ്മുടെ മധുരൈ ബണ്ണെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ബണ്ണും മാങ്ങയും വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പഞ്ഞി പോലെ വായിലിട്ടാൽ അലിഞ്ഞു വരുന്ന ടൈപ്പിൽ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണേ. ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്തത് ഇട്ടാലും നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് മാങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യില്ലെങ്കിൽ ബട്ടർ കൊടുക്കുക. ബട്ടറാണ് ഏറ്റവും ഉത്തമം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ നെയ്യില്ല, ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാങ്ങയുടെ മിക്സും എല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബണ്ണെടുക്കണം. ആ ബണ്ണൊന്ന് നല്ല രീതിയിൽ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ശരിക്കും നമ്മൾ ഈ മസ്കാ ബണ്ണൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ബട്ടറും മിൽക്ക് മെയ്ഡിൻ്റെ മാത്രം മിക്സല്ലേ. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മാങ്ങയും കൂടെ ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് മാങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസ്കാ ബണ്ണാണ് ട്രൈ ചെയ്യുന്നത്. ഇത് മസ്കാ ബണ്ണെന്നോ മധുരൈ ബണ്ണെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ. കഴിക്കാൻ പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ബണ്ണിൽ 2 സൈഡിലും തേച്ച് കൊടുക്കാൻ കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുത്തോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിത് ജാമിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ മാങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പം നമ്മുടെ ബണ്ണിൽ ഇതെല്ലാം ഒന്ന് തേച്ച് മാങ്ങയുടെ മിക്സ് ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ബട്ടർ തന്നെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പേസ്റ്റ് പോലെ കുഴഞ്ഞിരിക്കും കേട്ടോ. ഞാൻ നെയ്യ് ചേർത്തുകൊണ്ടാണ് അത്ര ഒരു കുഴവ് വന്നിട്ടില്ല. അപ്പോൾ ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം നെയ്യ് എടുത്തിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് നമ്മളിതൊന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ നെയ്യുടെ ആ ഒരു സ്മെല്ലും ബണ്ണിങ്ങനെ മൊരിയുന്നതും നല്ല അടിപൊളി മണമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബണ്ണിൻ്റെ മുകളിലോട്ട് നെയ്യുണ്ടല്ലോ, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ കേട്ടോ. എന്നിട്ട് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊരു കാരമലൈസ് ചെയ്യുന്ന പോലെ അതുപോലെ ആയിക്കോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് ആ ബണ്ണിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഈ പാൽ കിടന്ന് നമ്മൾ മെൽറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ബണ്ണ് വരും കേട്ടോ. അങ്ങനെ കഴിക്കുമ്പം ഈ മാങ്ങയുടെ മിക്സും അകത്തെ മാങ്ങയുടെ മിക്സൂടെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളി നമ്മളിങ്ങനെ ആ ഒരു മെൽറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പാലിനകത്ത് കിടന്നിട്ട് ഈ ബണ്ണ് ശരിക്കും നല്ല സ്പോഞ്ച് പോലെ ആവും കേട്ടോ. അങ്ങനെ മെൽറ്റായി ഒന്നും പോകില്ല കേട്ടോ, അത് പേടിക്കണ്ട. അപ്പോൾ ഈ പാലിനകത്ത് തന്നെ ഇങ്ങനെ വറ്റി പാല് കുറുകി ഈ പാലെല്ലാം വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആ ബണ്ണിലോട്ട് പാലെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും മസ്കാ ബണ്ണൊക്കെ ശരിക്കും ആ ബണ്ണം ഇച്ചിരി ഹാർഡായിരിക്കുമല്ലോ. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ പാലിനകത്തൊക്കെ കിടന്ന് വെച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ സോഫ്റ്റായിട്ട് തന്നെ മാംഗോ ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പഞ്ഞി പോലെ വായിലിട്ട് കഴിക്കാം കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ മാങ്ങയും കൂടെ ചേർത്ത് ബണ്ണിലൊന്ന് സ്റ്റഫ് ചെയ്ത് വെക്കുമ്പം ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം എന്തായാലും മാങ്ങ സീസണല്ലേ, മാങ്ങ എന്തായാലും എവിടെ നോക്കിയാലും കിട്ടും. അപ്പം എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ഒരു ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ശരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ഈ നല്ല മസ്കാ ബണ്ണൊക്കെ കഴിച്ച് ഒരു വെറൈറ്റി മസ്കാ ബണ്ണിൻ്റെ വേറൊരു വെറൈറ്റി വേർഷനാണ്. ശരിക്കും നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് പിന്നെയും ഇങ്ങനെ കഴിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും